ഏവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയ എവിടെയായിരുന്നു? കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ. അതിൻ്റെ ബാക്കി എടുക്കാമെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ നമുക്കിന്ന് തീർക്കേണ്ടത് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനാണ്. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ അറിയാമല്ലോ, ബിയും സിയും കുറേയുണ്ട്. സി പഠിക്കണം, അതുപോലെ തന്നെ ബി കോംപ്ലക്സ് കുറേയുണ്ട്. അപ്പോൾ ആ വൈറ്റമിൻ എല്ലാം കൂടെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരിക്കുക. കഴിഞ്ഞ ക്ലാസ്സിലെ കൂട്ടായിരിക്കുകയല്ല. ഇതിനകത്ത് ബി കോംപ്ലക്സിന് കുറച്ച് കട്ടിയുള്ള പേരുകളുണ്ട്, അതിൻ്റെ അസുഖങ്ങളുണ്ട്. എന്നാലേ നമുക്ക് പൂർണ്ണതയിലെത്താൻ പറ്റൂ, എങ്കിലേ ഈ ടോപ്പിക്ക് നമുക്ക് കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ നമുക്ക് വിശദമായി ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് കിടക്കുന്നു. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനാണ്. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതെല്ലാമാണെന്നറിയാലോ? ഏതൊക്കെയാ? ബിയും സിയും. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ബിയും സിയും. അതിനകത്ത് നമുക്ക് സി ഇങ്ങനെ ആദ്യം എടുക്കാം. സി കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണേ. അപ്പോൾ സി നമുക്ക് ആദ്യം പഠിക്കാം. വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം ഒരു ആസിഡാണ്, അസ്കോർബിക് ആസിഡ്. രോഗപ്രതിരോധത്തിന് വേണ്ട വൈറ്റമിൻ നമുക്ക് നോക്കാം. നമ്മളൊരു രോഗിയെ കാണാൻ പോകുമ്പോൾ എന്തും മേടിച്ചുകൊണ്ടാണ് പോകുന്നത്? ഓറഞ്ച്. ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ നമ്മൾ എന്ത് മേടിച്ചുകൊണ്ടാണ് പോകുന്നത്? നാട്ടുമര്യാദ. ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് മേടിക്കും. അത് കൂടുതൽ മലയാളിയും മേടിക്കുന്നത് ഓറഞ്ച് ആയിരിക്കും. ഒന്ന്, കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ സാധനം. രണ്ട്, അതിലെ വൈറ്റമിനാണ്. ഓറഞ്ചിലെ വൈറ്റമിൻ എല്ലാവർക്കും അറിയാം, വൈറ്റമിൻ സി. ഏതാണ്? വൈറ്റമിൻ സി. ഓറഞ്ച്, നാരങ്ങ വർഗ്ഗ പഴങ്ങൾ, പുളിരുചിയുള്ള പഴങ്ങൾ, മാംസളമായ പഴങ്ങൾ. ശ്രദ്ധിച്ചിരിക്കുക, ഈ പോയിന്റുകളെല്ലാം ഓർത്തിരിക്കുക. മാംസളമായ പഴങ്ങൾ, നാരങ്ങ വർഗ്ഗ പഴങ്ങൾ, പുളിരുചിയുള്ള പഴങ്ങൾ. എന്താ അങ്ങനെ എടുത്തു പറയുന്നതിന് കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിലെ വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ സി. എന്താ നമ്മൾ ഓറഞ്ച് തന്നെ കൊടുക്കുന്നേ? അതിന് കാര്യമുണ്ട്. വൈറ്റമിൻ സി ഉണ്ടായതുകൊണ്ട്. വൈറ്റമിൻ സി രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന വൈറ്റമിനാണ്. എന്തിനു സഹായിക്കും? രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. ക്ലിയർ ആയല്ലോ? ഒരു രോഗിക്ക് വേണ്ടത് രോഗപ്രതിരോധമാണ്. ഇപ്പോൾ എന്താ, നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ പിള്ളേരുടെ ദേഹത്ത് ചെറിയ മുറിവുണ്ടായാൽ അത് ഉണങ്ങത്തില്ല, വ്രണമായിരിക്കും. എന്താ കാര്യം? മുറിവ് ഉണങ്ങുന്നില്ലെന്നേ. മുറിവുണങ്ങാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി. രോഗപ്രതിരോധ ശേഷി ഉള്ളവൻ്റെ ദേഹത്തെല്ലാം മുറിവുണങ്ങും. മോണയിലെ രക്തസ്രാവം അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഗം ഡിസീസ് ഉണ്ടാവാൻ കാരണം ഏത് വൈറ്റമിൻ്റെ കുറവാണ്? വൈറ്റമിൻ സി ആണ്. ഇത് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിൽ ചോദിച്ചതാണ്. ബ്ലീഡിംഗ് കം ഡിസീസ് ഉണ്ടാവാതിരിക്കാൻ എന്ത് തരം ഫ്രൂട്ട്സാണ് കഴിക്കേണ്ടത്? എന്ത് തരം ഫ്രൂട്ട്സാണ്? നാരങ്ങ വർഗ്ഗ പഴങ്ങൾ, മാംസളമായ പഴങ്ങൾ, സിട്രസ് ഫ്രൂട്ട്സ്, പുളിരുചിയുള്ള പഴങ്ങൾ. അതുപോലെ ആഹാരവസ്തു ചൂടാക്കി നഷ്ടപ്പെടുന്ന വൈറ്റമിൻ. കേരളം ഒട്ടാകെ പറയും വൈറ്റമിൻ സി. സത്യം, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. നമുക്കൊന്ന് പരിഷ്കരിക്കാം. ആഹാരവസ്തു ചൂടാക്കുമ്പോൾ മാത്രമല്ല, ആഹാരവസ്തു കുറച്ചു നേരം തുറന്നു വെച്ച നഷ്ടപ്പെടുന്ന വൈറ്റമിൻ സി ആണ്. കഴുകുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ സി ആണ്. മുറിച്ച് വെച്ച നഷ്ടപ്പെടുന്ന വൈറ്റമിൻ സി ആണ്. വേവിച്ച നഷ്ടപ്പെടുന്ന വൈറ്റമിൻ സി ആണ്. അപ്പോൾ ആഹാരവസ്തു തുറന്നാൽ, മുറിച്ചാൽ, കഴുകിയാൽ, വേവിച്ചാൽ, ഉപ്പിട്ടാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി. തുറക്കാൻ പാടില്ല, കഴുകാൻ പാടില്ല, പിന്നെ എങ്ങനെ കിട്ടും വൈറ്റമിൻ സി? എങ്ങനെയാണോ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് അതുപോലെ ഭക്ഷിക്കുക. പ്രകൃതിദത്തം, അതായത് എന്താ, ഫ്രഷ് ആയിട്ട് കഴിക്കുക, കിട്ടണ പോലെ കഴിക്കുക. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതാ? വൈറ്റമിൻ സി. തുറക്കണ്ട, മുറിക്കണ്ട, കഴുകണ്ട, വേവിക്കണ്ട, ഉപ്പിടണ്ട, ഫ്രഷ് ആയിട്ട് കഴിച്ചോ. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ സി ആണ്. ക്ലിയർ ആയല്ലോ? ഉപ്പിട്ടാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ സി. അപ്പോൾ നമുക്ക് എന്ത് വിളിക്കാം? സാൾട്ട് കില്ലിംഗ് വൈറ്റമിൻ. എന്ത് വിളിക്കാം? സാൾട്ട് കില്ലിംഗ് വൈറ്റമിൻ. നെല്ലിക്ക കഴിച്ചിട്ട് വെള്ളം കുടിച്ചാൽ മധുരിക്കും, ശരിയല്ലേ? നെല്ലിക്ക കഴിച്ചിട്ട് വെള്ളം കുടിച്ചാൽ മധുരിക്കും. ഉപ്പിലിട്ട നെല്ലിക്ക കഴിച്ചിട്ട് വെള്ളം കുടിച്ചാലും മധുരിക്കും. ഏറ്റവും കൂടുതൽ മധുരം പച്ചയ്ക്കാണോ ഉപ്പിലിട്ടതിനാണോ? സംശയമില്ല, പച്ചയ്ക്കാണ്. ഉപ്പിലിട്ടപ്പോൾ എന്ത് നഷ്ടപ്പെട്ടു? വിറ്റാമിൻ സി. അപ്പോൾ നെല്ലിക്കയുടെ മധുരത്തിന് കാരണമായ വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ സി ആണ്. ഉപ്പിലിട്ടാൽ വൈറ്റമിൻ സി നഷ്ടപ്പെടും. ഇനി അങ്ങനെയാണെങ്കിൽ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ, അതായത് ധാരാളം വൈറ്റമിൻ സി ചെല്ലുമ്പോൾ അടുത്ത ദിവസം മൂത്രത്തിൻ്റെ കളർ ഒരു മഞ്ഞ കളറായിരിക്കും. അപ്പോൾ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ സി ആണ്. ക്ലിയർ ആയല്ലോ? നമ്മുടെ വൈറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഏത്? സ്കർവി. വൈറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഏതാ? സ്കർവി. വൈറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ്
സ്കർവി. ഏതാണ്? സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം എന്തറിയപ്പെടുന്നു? നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? സ്കർവി. അതുപോലെ നമ്മുടെ ചർമ്മം സോഫ്റ്റ് ആവാൻ വേണ്ട വൈറ്റമിൻ. നമ്മുടെ ചില സ്ത്രീകൾ ഓറഞ്ചിൻ്റെ തൊലി ഇങ്ങനെ അരച്ചിട്ട് മുഖത്ത് പുരട്ടുക, പഴങ്ങൾ അരച്ച് മുഖത്ത് പുരട്ടുക. എന്താ അതിൻ്റെ പിന്നിലെ ശാസ്ത്രീയത? ചർമ്മം സോഫ്റ്റ് ആവാൻ വേണ്ടിയാ. ചർമ്മം സോഫ്റ്റ് ആവാൻ വേണ്ട വൈറ്റമിനാണ് വൈറ്റമിൻ സി. ചർമ്മം സോഫ്റ്റ് ആവാൻ വേണ്ട വൈറ്റമിനാണ് ഏതാ? വൈറ്റമിൻ സി. തൽഫലമായി യൗവനം നിലനിർത്താം. അപ്പോൾ യൗവനം നിലനിർത്താൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ സി. നെല്ലിക്കയിലെയും കുരുമുളകിലെയും വൈറ്റമിൻ. ഒരിക്കൽ ചോദിച്ചു പച്ച കുരുമുളകിലെ വൈറ്റമിൻ എന്ന്. PSC ചോദിച്ചാ. പച്ച കുരുമുളകായാലും പഴുത്ത കുരുമുളകായാലും നെല്ലിക്കയിലെയും കുരുമുളകിലെയും വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ സി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ചർമ്മം സോഫ്റ്റ് ആവാൻ, ചർമ്മത്തിന് മൃദുത്വം നൽകുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി. യൗവനം നിലനിർത്താൻ സഹായിക്കുന്ന വൈറ്റമിൻ സി. ജലദോഷത്തിൻ്റെ ഉത്തമമായ ഔഷധം നമ്മൾ പറഞ്ഞില്ലേ, രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും വിറ്റാമിൻ സി. ജലദോഷത്തിൻ്റെ ഉത്തമമായ ഔഷധം എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ സി. ഇപ്പം നമ്മൾ ഇത്തരത്തിലൊരു യൂട്യൂബ് ക്ലാസ് അല്ലെങ്കിൽ ഈ പറയുന്ന ആപ്പിലെ ക്ലാസ് കാണാനുള്ള ഇടയാവാൻ കാരണം എന്താ? കൊറോണ എന്നുള്ള വാക്ക് ഇപ്പോൾ കേട്ട വാക്കൊന്നുമല്ല, പണ്ടേ നമ്മൾ കേൾക്കുന്നതാണ്. ഇപ്പോഴാണ് അതിൻ്റെ ഒരു മോഡിഫൈഡ് വെർഷൻ എന്നുള്ളേ ഉള്ളൂ. നമ്മൾ വിശദമായി രോഗത്തിനകത്ത് കൊറോണയെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഈ കൊറോണ വന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ കൊറോണ വന്ന് വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് കഴിക്കാനാണ് ഇവർ നിർദ്ദേശിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ? ധാരാളം ഫ്രൂട്ട്സ്, ധാരാളം വെള്ളം കുടിക്കാനും ഈ വൈറ്റമിൻ സി അടങ്ങിയ ആഹാരം കഴിക്കാനും അവർ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ജലദോഷത്തിൻ്റെ ഉത്തമമായ ഔഷധം എന്നറിയപ്പെടുന്ന വൈറ്റമിനും ഏത് തന്നെയാണ്? വൈറ്റമിൻ സി. ക്യാൻസറിനെ ചെറുക്കുന്ന വൈറ്റമിൻ ഏതാണ്? അതും വൈറ്റമിൻ സി ആണ്. ക്യാൻസറിനെ ചെറുക്കുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ സി ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആൻറ്റി ക്യാൻസർ വൈറ്റമിനും വൈറ്റമിൻ സി ആണ്. ക്ലിയർ ആയല്ലോ? ആദ്യത്തെ കൃത്രിമ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി. ആദ്യത്തെ കൃത്രിമ വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ സി ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് പോയിന്റുകൾ അധികമായി പഠിക്കേണ്ടിയിരിക്കുന്നു. ആദ്യത്തെ കൃത്രിമ വൈറ്റമിൻ സി. ആദ്യത്തെ കൃത്രിമ ഹൃദയം ഏതാണ്? നമുക്ക് നോക്കാം. ജാർവിക് 7. ആദ്യത്തെ കൃത്രിമ ഹൃദയം ഏതാണ്? ജാർവിക് 7. ആദ്യത്തെ കൃത്രിമ ഹൃദയം ഏതാ? ജാർവിക് 7. കൃത്രിമ പ്ലാസ്റ്റിക് ആണെന്ന് ചോദിക്കുന്നത് കഴിഞ്ഞ തവണ ചോദിച്ചതാണ്. ബേക്ക് ലൈറ്റ് ഏതാണ്? ബേക്ക് ലൈറ്റ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാ? ബേക്ക് ലൈറ്റ്. ഈ പോയിന്റുകൾ നന്നായിട്ട് പഠിക്കണം. കൃത്രിമ റബ്ബർ നിയോപ്രിൻ. കഴിഞ്ഞ എറണാകുളം ജില്ലയിൽ ചോദിച്ചതാണ്. നിയോപ്രിൻ. അപ്പോൾ കൃത്രിമ റബ്ബർ ഏതാ? നിയോപ്രിൻ. കൃത്രിമ മൂലകം ടെക്നീഷ്യം. 43ാമത്തെ പീരിയോഡിക് ടേബിളിലെ 43ാമത്തെ മൂലകമായ ടെക്നീഷ്യം. കൃത്രിമ രക്തം ഏതാ? ഹീമോപ്യുവർ. ഏതാണ്? ഹീമോഗ്ലോബിൻ്റെ ഹീം ചേർത്ത് ശുദ്ധം എന്ന പ്യുവർ. ഹീമോപ്യുവർ. ഏതാണ്? ഹീമോപ്യുവർ. ക്ലിയർ ആയല്ലോ? ഇനി പാലിലും മുട്ടയിലും ഇല്ലാത്ത വൈറ്റമിൻ ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത ബിക്കകത്ത് എനിക്ക് ഈ പോയിന്റ് വേണം. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. പാലിലും മുട്ടയിലും ഇല്ലാത്ത വൈറ്റമിൻ ആണ് ഏതാ? വൈറ്റമിൻ സി. പാലിലും മുട്ടയിലും ഇല്ലാത്ത വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി. ക്ലിയർ ആയല്ലോ? എല്ലാ പഴങ്ങളിലും അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ, ഓൾമോസ്റ്റ് എല്ലാ പഴങ്ങളിലും അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ സി. എല്ലാ പച്ചക്കറിയിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ഏതായിരുന്നു? വിറ്റാമിൻ എ. എല്ലാ പഴങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ സി. വ്യത്യാസം മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പഴങ്ങളിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? എല്ലാ പഴങ്ങളിലും അടങ്ങിയിരുന്ന ആസിഡ് ഏതാ? അസ്കോർബിക് ആസിഡ്. ക്ലിയർ ആയല്ലോ? അസ്കോർബിക് ആസിഡ്. ക്ലിയർ ആയി? അപ്പോൾ എല്ലാ പഴങ്ങളിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാ? എല്ലാ പഴങ്ങളിലും വൈറ്റമിൻ സി ഉണ്ടായതുകൊണ്ട് എല്ലാ പഴങ്ങളിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? അസ്കോർബിക് ആസിഡ്. മനസ്സിലാവുന്നുണ്ടല്ലോ? എല്ലാ പഴങ്ങളിലും അടങ്ങിയ വൈറ്റമിൻ ആണെങ്കിൽ ഏതാ? വൈറ്റമിൻ സി. എല്ലാ പഴങ്ങളിലും അടങ്ങിയ ആസിഡ് ഏതാ? അസ്കോർബിക് ആസിഡ്. ക്ലിയർ ആയല്ലോ? അസ്കോർബിക് ആസിഡ്. അങ്ങനെയാണെങ്കിൽ ഈ സകലമാന ആസിഡുകൾ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് വന്ന് പഠിച്ചെടുക്കണം. നമുക്ക് നോക്കാം. അതിനൊരു എളുപ്പ വഴിയുണ്ട്. ഇതിനെല്ലാം ഒരു ഗ്രൂപ്പാക്കി പഠിക്കാം. ആദ്യം നമുക്ക് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? മാലിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയ ആസിഡ് ഏതാണ്? മാലിക് ആസിഡ്. അപ്പോൾ മാലിക് ആസിഡ് ഏതാണ്? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ്. ചായക്കകത്തും തേയിലക്കകത്തും അടങ്ങിയ ആസിഡ് ഏതാ? ടാനിക് ആസിഡ്. അപ്പോൾ ചായയിലും തേയിലയിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാ?
ടാനിക് ആസിഡ്. മുന്തിരിങ്ങ, പുളി, ടാർട്ടാറിക് ആസിഡ്. മുന്തിരിങ്ങയിലും പുളിയിലും അടങ്ങിയ ആസിഡ് ഏതാ? ടാർട്ടാറിക് ആസിഡ്. മുന്തിരിങ്ങയിലും പുളിയിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാ? ടാർട്ടാറിക് ആസിഡ്. മനസ്സിലായല്ലോ. പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്, പാല്, ലാക്റ്റിക് ആസിഡ്. ഏതാണ്? പാല്, ലാക്റ്റിക് ആസിഡ്. പാല്, തൈര്, മോര്, പേശി. എവിടൊക്കെയാണ്? പാല്, തൈര്, മോര്, പേശി. പാലാണല്ലോ തൈര്. തൈര്, മോര്, പേശി. പേശിയിൽ കുമിഞ്ഞു കൂടുന്ന ആസിഡും ഏതാണ്? ലാക്റ്റിക് ആസിഡ്. ആമാശയം, നമ്മുടെ ആമാശയമില്ലേ, അതിലടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയത്തിലെ ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഒരു ദിവസം മനുഷ്യൻ്റെ ആമാശയത്തിൽ എത്ര HCl ഉൽപ്പാദിപ്പിക്കും? പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. 2 ലിറ്റർ. എത്രയാണ്? 2 ലിറ്റർ. ഓർത്തിരിക്കുക, ഒരു ദിവസം മനുഷ്യൻ്റെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ HClൻ്റെ അളവ് ചോദിച്ചാൽ എത്രയാണ്? 2 ലിറ്റർ. സ്റ്റോറേജ് ബാറ്ററി, കാറിൻ്റെ ബാറ്ററി, ഓൾ ബാറ്ററി, സ്റ്റോറേജ് ബാറ്ററി, ഇൻവെർട്ടർ ബാറ്ററി ഒക്കെ ഇല്ലേ, അതിനകത്തെ ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ്. ഏതാണ്? സൾഫ്യൂരിക് ആസിഡ്. ഓൾ സ്റ്റോറേജ് ബാറ്ററിയിലെ സൾഫ്യൂരിക് ആസിഡ്. വിനാഗിരി, അസറ്റിക് ആസിഡ്. വിനാഗിരിക്കകത്തെ ആസിഡ് ഏതാ? അസറ്റിക് ആസിഡ്. വിനാഗിരി, അസറ്റിക് ആസിഡ്. അപ്പോൾ ഉറുമ്പല്ലേ, ഉറുമ്പിൻ്റെ ശരീരത്തിൽ ഏത് ആസിഡാന്ന് നോക്കാം. ഉറുമ്പിൻ്റെ ശരീരത്തിൽ ഏത് ആസിഡാ? ഫോമിക് ആസിഡ്. ഉറുമ്പ് ഫോമിക് ആസിഡ്. ഉറുമ്പ് ഏതാണ്? ഫോമിക് ആസിഡ്. അപ്പോൾ ഉറുമ്പ് ഫോമിക് ആസിഡാണ്. മണ്ണില്ലേ, മണ്ണ് ഹ്യൂമിക് ആസിഡ്. മണ്ണ് എന്താണ്? ഹ്യൂമിക് ആസിഡ്. അപ്പോൾ ഉറുമ്പ് ഫോമിക് ആസിഡ്, മണ്ണ് ഹ്യൂമിക് ആസിഡ്. ഹ്യൂമിക് ആസിഡ്. ക്ലിയർ ആയല്ലോ. തേങ്ങാവെള്ളം, കാപ്രിക് ആസിഡ്. തേങ്ങ ഉണങ്ങുന്നതാണല്ലോ കൊപ്ര. അങ്ങനെയെങ്കിലും ഓർത്തൂടെ, തേങ്ങ ഉണങ്ങുന്നത് കൊപ്ര. അപ്പോൾ കാപ്രിക് ആസിഡ് എന്ന് ഓർക്കാം. സോഡാ വെള്ളം, ഇനി കുറച്ച് വെള്ളം ആയിക്കോട്ടെ. സോഡാ വെള്ളം, കാർബോണിക് ആസിഡ്. അപ്പോൾ സോഡാ വെള്ളത്തിലടങ്ങിയ ആസിഡ് ഏതാണ്? കാർബോണിക് ആസിഡ്. അപ്പോൾ മരച്ചീനി, കപ്പ, മരച്ചീനിക്കകത്ത് അടങ്ങിയിരുന്ന ആസിഡ് നമുക്ക് നോക്കാം. ഹൈഡ്രോസയാനിക് ആസിഡ്. ചില ഉദ്യോഗാർത്ഥിക്ക് സംശയം വരും ഇത് കാണുമ്പോൾ. കാര്യം വേറൊരു പേരായിരിക്കും അവരുടെ മനസ്സിൽ, തെറ്റ് പറയത്തില്ല. മരച്ചീനിക്കകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹൈഡ്രോസയാനിക് ആസിഡ്, അഥവാ വേറൊരു പേരും കൂടെ ഉണ്ട്, പ്രൂസിക് ആസിഡ്. ഏതാണ്? പ്രൂസിക് ആസിഡ്. ക്ലിയർ ആയല്ലോ. ഈ ഹൈഡ്രോസയാനിക് ആസിഡിൻ്റെ മറ്റൊരു പേരാണ് പ്രൂസിക് ആസിഡ്. ഏതാണ്? പ്രൂസിക് ആസിഡ്. നമ്മളെല്ലാം മരച്ചീനി കഴിക്കുന്നതാണ്. ഈ മരച്ചീനി അധികം കഴിക്കുന്ന ദിവസം നമുക്കൊരു മത്തടിച്ച് പോകും. എന്താ കാര്യം? അതിലൊരു ചെറിയ വിഷാംശമുണ്ട്. അല്ലെങ്കിൽ മരച്ചീനി കഴിക്കുന്ന എൻ്റെ ഒരു കോമ്പിനേഷനുണ്ട്, കപ്പ ബീഫ്, മരച്ചീനി ബീഫ്, അല്ലെ മരച്ചീനി മത്സ്യം. അതിൻ്റെ ഒരു കോമ്പിനേഷനുണ്ട്. ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കിയത് തന്നെ എന്താണെന്നറിയാമോ? ഈ മരച്ചീനിക്കകത്തൊരു വിഷാംശമുണ്ട്, ചെറിയ സയനൈഡിൻ്റെ അംശമുണ്ട്. ഇതിനോടൊപ്പം ബീഫ് കഴിച്ചെങ്കിൽ ഇത് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ വിഷാംശത്തെ ഇല്ലാതാക്കാൻ അതിന് കഴിയും, മാംസാഹാരത്തിന് കഴിയും. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം മരച്ചീനിക്കകത്ത് ചെറിയ സയനൈഡിൻ്റെ അംശമുണ്ട്. അതുമല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ വീട്ടിൽ മരച്ചീനി അതിൻ്റെ തൊലി കളഞ്ഞ് കഴുകും. അതിന് അരിഞ്ഞ് ഒരുപാട് തവണ കഴുകിയിട്ടാണ് വേവിക്കണത്. പിന്നീട് ആ ഉള്ള വെള്ളം ഉണ്ടല്ലോ അത് ഊറ്റിക്കളയും നമ്മൾ. കാര്യം അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. എന്താ കാര്യം? അതിൽ വിഷാംശമുണ്ട്. ആ വിഷാംശമാണ്, ചെറിയ സയനൈഡിൻ്റെ അംശമുണ്ട്. അപ്പം മരച്ചീനിക്കകത്ത് അടങ്ങിയ ആസിഡ് മനസ്സിലായല്ലോ. ഹൈഡ്രോസയാനിക് ആസിഡ് അഥവാ പ്രൂസിക് ആസിഡ്. ഐ വാഷ്, കണ്ണ് കഴുകാൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ണ് കഴുകാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ബോറിക് ആസിഡ്. മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും, ഒരു പൗഡറാണ്. ഇത് വെള്ളത്തിൽ കലക്കി എടുക്കുക. അപ്പോൾ ഐ വാഷ് ബോറിക് ആസിഡ്. തേനീച്ച മെഴുക്ക്, സെറോട്ടിക് ആസിഡ്. തേനീച്ച മെഴുക്ക് ഏതാണ്? സെറോട്ടിക് ആസിഡ്. ഇനി പഠിപ്പിക്കാത്ത എന്ത് ചോദിച്ചാലും ബാക്കി എല്ലാം കൂടി ചേർത്തിട്ട് എന്ത് ചെയ്യണം? ഓക്സാലിക് ആസിഡ് പറഞ്ഞേക്കണം. എന്ത് പറഞ്ഞേക്കണം? ഓക്സാലിക് ആസിഡ്. തക്കാളി, ബീൻസ്, കുരുമുളക്, ചോക്ലേറ്റ്, വാഴപ്പഴം, സവോള. തക്കാളി എല്ലാവർക്കും അറിയാം. തക്കാളി, ബീൻസ്, കുരുമുളക്, ചോക്ലേറ്റ്, വാഴപ്പഴം, സവോള, ഓക്സാലിക് ആസിഡ്. ക്ലിയർ ആയല്ലോ. അടുത്ത് നമ്മൾ പഠിക്കുന്ന ബി വൈറ്റമിനുകളാണ്. ഏതാണ്? ബി വൈറ്റമിനുകൾ. പൊതുവെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിനുകളാണ് ബി വൈറ്റമിനുകൾ. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ ബി കോംപ്ലക്സുകൾ എന്ന് പറയാം. ബി വൈറ്റമിനുകൾ അല്ലെങ്കിൽ ബി കോംപ്ലക്സുകൾ. അത് B1, B2, B3, B5, B6 അങ്ങനെ കുറേ ഉണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ B1 ഏതാണ്? B1ൻ്റെ പേരാണ് തയാമിൻ. ഏതാണ്? B1ൻ്റെ ശാസ്ത്രീയ നാമമാണ് തയാമിൻ. B1 തയാമിൻ.
B2 റൈബോഫ്ലാവിൻ. B2വിൻ്റെ പേരെന്താണ്? റൈബോഫ്ലാവിൻ. അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് ലാക്ടോഫ്ലാവിൻ. അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് വൈറ്റമിൻ ജി. എന്ത് വിളിക്കും? വൈറ്റമിൻ ജി. B3യുടെ പേരാണ് നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. അപ്പോൾ B3യുടെ പേരാണ് നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ്. നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ഏതാ? 5. B5, B5, B5. അപ്പോൾ പാൻഡാതെനിക് ആസിഡ്. B5 പാൻഡാതെനിക് ആസിഡ് അല്ലെങ്കിൽ പാൻഡാതെനിക് ആസിഡ്. പ്രൊനൗൺസിയേഷൻ എങ്ങനെ ആയാലും കുഴപ്പമില്ല. പാൻഡാതെനിക് ആസിഡ്. B5ൻ്റെ പേരാണ് പാൻഡാതെനിക് ആസിഡ്. B6ൻ്റെ പേരാണ് പെരിഡോക്സിൻ. B6ൻ്റെ പേരെന്താ? പെരിഡോക്സിൻ. B7ൻ്റെ പേരാണ് ബയോട്ടിൻ അല്ലെങ്കിൽ വൈറ്റമിൻ എച്ച് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? വൈറ്റമിൻ എച്ച്. B9 ഫോളിക് ആസിഡ്. B9ൻ്റെ പേരെന്താണ്? ഫോളിക് ആസിഡ്. B9ൻ്റെ പേരാണ് ഫോളിക് ആസിഡ്. B12ൻ്റെ പേര് സയാനോ കൊബാലമീൻ അല്ലെങ്കിൽ വൈറ്റമിൻ എം എന്ന് വിളിക്കാം. സയാനോ കൊബാലമീൻ. ഏതാണ്? സയാനോ കൊബാലമീൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ B1 നമുക്ക് ഓരോ B വൈറ്റമിനും എടുത്ത് പഠിക്കാം. B1ൻ്റെ പേരെന്തായിരുന്നു? തയാമിൻ. B1ൻ്റെ പേരെന്താ? തയാമിൻ. ക്ലിയർ ആയല്ലോ? അരി കഴുകുമ്പോൾ, ധാന്യങ്ങൾ കഴുകുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ. അരി കഴുകുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ. അരിയുടെ തവിടിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ. ധാന്യങ്ങളുടെ അരിയുടെയൊക്കെ തവിടിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ. മദ്യപാനികളിൽ ഏറ്റവും കുറവ് കാണുന്ന വൈറ്റമിൻ ഏതാണ്? B1 ആണ്. LGS പരീക്ഷയ്ക്ക് ചോദിച്ച മദ്യപാനികളിൽ ഏറ്റവും കുറവ് കാണപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? B1. തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ് ഏതാ? B1. എടുത്തു പറയുമ്പോൾ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിൻ ഏതാ? B1. ക്ലിയർ ആയല്ലോ? ഇനി B1ൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബറി. B1ൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബറി. നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഏതാ? ബെറിബറി. അപ്പോൾ നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് ഏതാ? ബെറിബറി. ബെറിബറിയുടെ ഇരട്ടപ്പേരെന്താ? ഐക്യാൻഡ് എന്നറിയപ്പെടുന്ന രോഗം ഏതാ? ബെറിബറി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഐക്യാൻഡ് എന്നറിയപ്പെടുന്ന രോഗം ഏതാ? ബെറിബറി. ഇനി കാർബോഹൈഡ്രേറ്റിനെ ഊർജ്ജമാക്കി മാറ്റാൻ സഹായിക്കുന്നു. കാർബോഹൈഡ്രേറ്റിനെ നമുക്കറിയാം ഇൻസ്റ്റൻറ്റ് എനർജി ഏതാ? ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. ഇൻസ്റ്റൻറ്റ് എനർജി ഏതാ? കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിനെ ഊർജ്ജമാക്കി മാറ്റാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? നമ്മുടെ B1. കാർബോഹൈഡ്രേറ്റിനെ ഊർജ്ജമാക്കി മാറ്റാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? B1. ക്ലിയർ ആയല്ലോ? അപ്പോൾ B2 വൈറ്റമിൻ B2ൻ്റെ പേരെന്താ? റൈബോഫ്ലാവിൻ. ഏതാണ്? റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ ലാക്ടോഫ്ലാവിൻ. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? നമ്മുടെ റൈബോഫ്ലാവിൻ ആണ്. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാ? റൈബോഫ്ലാവിൻ. ക്ലിയർ ആയല്ലോ? നമ്മുടെ ഈസ്റ്റിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാ? നമ്മുടെ ഈ പറയുന്ന റൈബോഫ്ലാവിൻ ആണ്. ഈസ്റ്റിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാ? റൈബോഫ്ലാവിൻ ആണ്. സൂര്യപ്രകാശം തട്ടുമ്പോൾ പാലിൽ നിന്ന് നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? അത് റൈബോഫ്ലാവിൻ ആണ്. പാലിലും മുട്ടയിലും ഇല്ലാത്ത വൈറ്റമിൻ ഏതാണോ? ആലോചിച്ച് നോക്കിയേ. പാലിലും മുട്ടയിലും ഇല്ലാത്ത വൈറ്റമിൻ സി ആണ്. ഞാനിത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ചാടി കയറി സി തന്നെ പറഞ്ഞത്. പാലിലും മുട്ടയിലും ഇല്ലാത്ത വൈറ്റമിനാണ് സി. എന്നാൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ പാലിൽ നിന്ന് നഷ്ടപ്പെടുന്ന വൈറ്റമിൻ എന്ന് ചോദിച്ചാൽ ഈ കേസിൽ മാത്രം സൂര്യപ്രകാശം തട്ടുമ്പോൾ പാലിൽ നിന്ന് നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാ? അത് നമ്മുടെ റൈബോഫ്ലാവിൻ ആണ്. അതാണ് ലാക്ടോഫ്ലാവിൻ എന്നുള്ളൊരു പേര് കിടക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ പാൽ കറന്നാലുള്ള ആ മഞ്ഞ നിറത്തിന് കാരണമായ വൈറ്റമിൻ എന്ന് ചോദിച്ചാൽ നമ്മുടെ റൈബോഫ്ലാവിനാണ്. ഏതാണ്? പാല് കറന്നാൽ ഉടനെ ഉണ്ടാകുന്ന ഒരു മഞ്ഞ നിറത്തിന് കാരണം ഏത് വൈറ്റമിൻ്റെ സാന്നിധ്യമാണ്? റൈബോഫ്ലാവിനാണ്. ഏത് വൈറ്റമിനാണ്? റൈബോഫ്ലാവിനാണ്. എന്നാൽ പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു എന്ന് ചോദിച്ചാൽ ഏതാ? കരോട്ടിനോയിഡ്. ഏതാണ്? കരോട്ടിനോയിഡ്. ഏതാണ്? കരോട്ടിനോയിഡ്. കരോട്ടിൻ അല്ല, കരോട്ടിനോയിഡ്. ക്ലിയർ ആയല്ലോ? ഇനി വൈറ്റമിൻ B2ൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? അറൈബോഫ്ലാവിനിസം. ഏതാണ്? അറൈബോഫ്ലാവിനിസം. വൈറ്റമിൻ B2ൻ്റെ കുറവ് മൂലമുള്ള രോഗമാണ് ഏതാ? അറൈബോഫ്ലാവിനിസം. ചുണ്ടിൻ്റെ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിൻ എന്ന് ചോദിച്ചാലും ഏതാണ്? നമ്മുടെ B2 ആണ്. അപ്പോൾ ചുണ്ടിൻ്റെ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിനും ഏത് തന്നെയാണ്? B2. അപ്പോൾ ഈ വൈറ്റമിൻ B2ൻ്റെ കുറവ് മൂലമുള്ള ഈ രോഗമുണ്ടല്ലോ അറൈബോഫ്ലാവിനിസം, അത് മാത്രമല്ല മറ്റൊരു രോഗം കൂടിയുണ്ട്, വായ്പുണ്ണ്. ഏതാണ്? വായ്പുണ്ണ് എന്ന രോഗത്തിലേക്ക് നയിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചുണ്ടിൻ്റെ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിൻ ഏത് തന്നെയാണ്? B2 ആണ്. ചുണ്ടിൻ്റെ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിൻ ഏതാ? B2 ആണ്. B2ൻ്റെ കുറവ് മൂലം 2 അസുഖങ്ങൾ, അറൈബോഫ്ലാവിനിസം, വായ്പുണ്ണ്, മൗത്ത്
അൾസർ, മൗത്ത് അൾസർ. ഏതാണ്? ഈ പറയുന്ന വായ്പുണ്ണ് എന്ന് പറയുന്ന രോഗം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാലിന് നേരിയ മഞ്ഞ നിറത്തിന് കാരണമായ വർണ്ണവസ്തു നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏതാ? കരോട്ടിനോയിഡ്. ഏതാണ്? കരോട്ടിനോയിഡ്. എന്തൊക്കെ ചേരുന്നയാ? സാന്തോഫിലും കരോട്ടിനും തമ്മിൽ ചേരുന്നതാണ്. എന്തൊക്കെ ചേരുന്നയാ? സാന്തോഫിൽ പ്ലസ് കരോട്ടിൻ. ക്ലിയർ ആയല്ലോ? വൈറ്റമിൻ B3യുടെ പേര് നിയാസിൻ ഓർ നിക്കോട്ടനിക് ആസിഡ്. നിയാസിൻ ഓർ നിക്കോട്ടനിക് ആസിഡ്. ശ്രദ്ധിച്ച് കേൾക്കുക. B3യുടെ പേരെന്താ? നിയാസിൻ അഥവാ നിക്കോട്ടനിക് ആസിഡ്. ഈ B3യുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം, നമുക്ക് നേരിട്ട് രോഗത്തിലേക്ക് തന്നെ പോകാം. B3യുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഏതാ? പെല്ലഗ്ര. എവിടെയാണ്? ത്വക്കിനെ ബാധിക്കുന്ന രോഗമാണ് പെല്ലഗ്ര. B3യുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഏതാ? പെല്ലഗ്ര. 4D സിൻഡ്രോം എന്നൊക്കെ വിളിക്കും. പെല്ലഗ്ര. ഏതാണ്? പെല്ലഗ്ര. പ്രകാശം ഏൽക്കുന്ന ഭാഗങ്ങളിലെ ത്വക്ക് പരുക്കനാകുന്ന വീങ്ങുകയും ചെയ്യും. പ്രകാശം തട്ടുന്നൊരു ഭാഗം ഉണ്ടല്ലോ, ത്വക്കിൻ്റെ പ്രകാശം തട്ടുന്ന ഭാഗം വീങ്ങുകയും പരുക്കനാവുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഏതാ? പെല്ലഗ്ര. ഏതാണ്? പെല്ലഗ്ര. 4D സിൻഡ്രോം എന്നറിയപ്പെടുന്നു. എന്തറിയപ്പെടുന്നു? അത് വളരെ ഇമ്പോർട്ടൻ്റ്, നോക്കി വെക്കുക. 4D സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഏതാണ്? 4D സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഏതാ? പെല്ലഗ്രയാണ്. ഇനി ഇങ്ങനെയും ചോദിച്ചൂടെ, പെല്ലഗ്ര തടയുന്ന വൈറ്റമിൻ ഏതാ? ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ ഏതാ? സംശയമില്ലല്ലോ. ഏതായിരിക്കും? വൈറ്റമിൻ B3. വൈറ്റമിൻ B3യുടെ കുറവ് മൂലമുള്ള രോഗമാണല്ലോ പെല്ലഗ്ര. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ B3. 4D സിൻഡ്രോം, പെല്ലഗ്രിയെ 4D സിൻഡ്രോം എന്ന് വിളിക്കാനുള്ള കാരണം, ഈ വൈറ്റമിൻ B3യുടെ കുറവ് നമ്മുടെ ബോഡിയിൽ 4 കണ്ടീഷൻസ് ഉണ്ടാക്കും. ആ 4 കണ്ടീഷൻസ് ആണ് നമ്മൾ ഈ ബോഡി കാണുന്നത്. ഏതൊക്കെയാ? ഒന്ന് ഡിമൻഷ്യ. ഏതാണ്? ഡിമൻഷ്യ എന്ന കണ്ടീഷൻ ഉണ്ടാക്കും. ഡയേറിയ എന്ന കണ്ടീഷനിലേക്ക് നയിക്കും. ഡെർമറ്റൈറ്റിസ് ഉണ്ടാക്കും. ഡെത്ത് വരെ ഉണ്ടാക്കും. എന്തുവരെ ഉണ്ടാക്കും? 3D. ഏതൊക്കെയാ? ഡിമൻഷ്യ, ആ ഡിമൻഷ്യയുടെ D, ഡയേറിയയുടെ D, ഡെർമറ്റൈറ്റിസ്, ഡെത്ത്. ഈ 4 കണ്ടീഷനിലേക്ക് എത്താൻ സഹായിക്കും ഏത് വൈറ്റമിൻ? കാരണം വൈറ്റമിൻ B3. അതുകൊണ്ട് 4D സിൻഡ്രോം എന്നറിയപ്പെടുന്ന രോഗം ഏതാ? പെല്ലഗ്രയാണ്. ക്ലിയർ ആയല്ലോ? B5. അടുത്ത വൈറ്റമിൻ ആണ് ഏതാ? B5. B5ൻ്റെ പേരെന്താ? പൻഡാതെനിക് ആസിഡ്. പൻഡാതെനിക് ആസിഡ്. B5ൻ്റെ കുറവ് മൂലമുള്ള രോഗം, തിരിഞ്ഞു പോരുത്, B5ൻ്റെ കുറവ് മൂലം 2 അസുഖങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ. B5ൻ്റെ കുറവ് മൂലം നായ്ക്കൾക്കുണ്ടാകുന്ന രോഗമാണ് റെഡ് ബീഫ് ടങ്. ഏതാണ്? റെഡ് ബീഫ് ടങ്. ഏതാണ്? റെഡ് ബീഫ് ടങ്. ചുവന്ന ബീഫും നാക്കുന്നല്ല, റെഡ് ബീഫ് ടങ്. ഇനി മനുഷ്യർക്കുണ്ടാകുന്ന രോഗം ഏതാ? പാരസ്തീസിയ. മനുഷ്യർക്കുണ്ടാകുന്ന രോഗം ഏതാ? പാരസ്തീസിയ. ക്ലിയർ ആയല്ലോ? മനുഷ്യർക്കുണ്ടാകുന്ന രോഗം ഏതാ? പാരസ്തീസിയ. B5ൻ്റെ കുറവ് മൂലം നായ്ക്കൾക്കുള്ള രോഗം എന്താണ്? റെഡ് ബീഫ് ടങ്. റെഡ് ബീഫ് ടങ്. മനുഷ്യർക്കുള്ള രോഗം ഏതാ? പാരസ്തീസിയ. ഇനി B6ൻ്റെ പേര് പെരിഡോക്സിൻ. 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 അപ്പോൾ B6ൻ്റെ കുറവ് മൂലമുള്ള രോഗമാണ് മൈക്രോ സയാറ്റിക് അനീമിയ. ഒരു അനീമിയാണേ, ഓർത്ത് വെച്ചേക്കണേ, മൈക്രോ സയാറ്റിക് അനീമിയ. അടുത്ത വൈറ്റമിൻ ആണ് B7. B7 എന്ന് പറഞ്ഞാൽ എന്താ? ബയോട്ടിൻ. വൈറ്റമിൻ H എന്നറിയപ്പെടുന്ന ബയോട്ടിൻ. അപ്പോൾ B7ൻ്റെ പേര് ബയോട്ടിൻ. അപ്പോൾ എലിസ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വൈറ്റമിൻ ആണ് ഏതാ? എലിസ ടെസ്റ്റ്. എയ്ഡ്സിൻ്റെ ടെസ്റ്റ് ഇല്ലേ? എയ്ഡ്സിൻ്റെ പ്രാഥമിക ടെസ്റ്റാണ് എലൈസ അല്ലെങ്കിൽ എലിസ ടെസ്റ്റ്. എലിസ എന്ന് പറഞ്ഞാൽ നമ്മൾ എലിസ എന്ന് തന്നെയാണ് പറയണത്. എലിസ അല്ലെങ്കിൽ എലൈസ, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് ആസെ, ഇതാണ് അതിൻ്റെ ഫുൾ ഫോം. എയ്ഡ്സിൻ്റെ പ്രാഥമിക ടെസ്റ്റാണ് എലിസ ടെസ്റ്റ്. ഈ എലിസ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വൈറ്റമിൻ ഏതാ? നമ്മുടെ B7 ആണ്. അപ്പോൾ B7ൻ്റെ പേര് ബയോട്ടിൻ, വൈറ്റമിൻ H എന്നാണ് അറിയപ്പെടുന്നത്. എലിസ ടെസ്റ്റിന് ഉപയോഗിക്കുന്നു. B7ൻ്റെ കുറവ് മൂലമുള്ള രോഗം ചോദിക്കാം. B7ൻ്റെ കുറവ് മൂലമുള്ള രോഗം ഏതാ? സെബോറിയ. ഏതാണ്? സെബോറിയ. B7ൻ്റെ കുറവ് മൂലമുള്ള രോഗമാണ് ഏതാ? സെബോറിയ. B7ൻ്റെ കുറവ് മൂലമുള്ള രോഗമാണ് ഏതാ? സെബോറിയ. ക്ലിയർ ആയല്ലോ? അപ്പം B9ൻ്റെ പേരെന്താണ്? ഫോളിക് ആസിഡ്. B9ൻ്റെ കുറവ് മൂലമുള്ള രോഗം ഏതാ? മെഗല്ലോ ബ്ലാസ്റ്റിക് അനീമിയ. ഗർഭിണികളിലെ അനീമിയയുടെ പേരാണ് മെഗല്ലോ ബ്ലാസ്റ്റിക് അനീമിയ. എന്താ പറഞ്ഞേ? മെഗല്ലോ ബ്ലാസ്റ്റിക് അനീമിയ. ക്ലിയർ ആയല്ലോ? തീർന്നില്ല. അടുത്ത വൈറ്റമിനിലേക്ക് കിടക്കാം. അടുത്ത B12. B12ൻ്റെ പേരെന്താ? സയാനോ കൊബാലമീൻ. ആ പേര് തന്നെ കേട്ടില്ലേ? സയാനോ കൊബാലമീൻ. ഒരു മൂലകമാണ് കൊബാൾട്ട്. അപ്പോൾ കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ, കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഈ പറയുന്ന കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാ? B12. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാ? B12. അപ്പോൾ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു മൂലകമാണ് ഏതാ? കൊബാൾട്ട്. കൊബാൾട്ടിൻ്റെ ഐസോട്ടോപ്പായ കൊബാൾട്ട് 60. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മൂലകം ഏതാ? കൊബാൾട്ട് 60.
മഴവെള്ളത്തിൽ നിന്ന് ധാരാളം ലഭിക്കുന്ന വൈറ്റമിൻ, മഴവെള്ളത്തിൽ നിന്ന് ലഭ്യമാകുന്ന വൈറ്റമിൻ ഏതാ? നമ്മുടെ B12 ആണ്. മഴവെള്ളത്തിൽ നിന്ന് ധാരാളം ലഭിക്കുന്ന വൈറ്റമിൻ ഏതാ? B12. ക്ലിയർ ആയല്ലോ. B12ൻ്റെ കുറവ് മൂലമുള്ള രോഗം ചോദിച്ചാൽ എന്താണ്? B12ൻ്റെ കുറവ് മൂലമുള്ള രോഗമാണ് പെർനീഷ്യസ് അനീമിയ. എന്താ പറഞ്ഞത്? പെർനീഷ്യസ് അനീമിയ. B12ൻ്റെ കുറവ് മൂലമുള്ള രോഗമാണ് ഏതാ? പെർനീഷ്യസ് അനീമിയ. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ക്ലാസ് നിർത്തുകയാണ്.